ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് ഇന്ത്യ. രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ. ആശംസകൾ അർപ്പിച്ച് ലോകരാജ്യങ്ങൾ. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ടാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ സന്നിഹിതരായി. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേതൃത്വം നൽകി. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 8 മലയാളികൾ പുരസ്കാര നിറവിൽ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകി. സായുധസേനാ വിഭാഗങ്ങളും അർദ്ധസൈനിക വിഭാഗങ്ങളും പങ്കെടുക്കുന്ന പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി. ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ ധീരയോദ്ധാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരേഡ് വീക്ഷിക്കുന്നതിനായി കർത്തവ്യപഥിലെത്തി. രാജ്യത്തിന്റെ ആത്മനിർഭർ സൈനിക ശക്തിയും വളർന്നുവരുന്ന നാരീശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനാണ് ഇന്ന് കർത്തവ്യപഥ് സാക്ഷിയായത്. 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ റഫേൽ യുദ്ധവിമാനങ്ങളും അണിനിരന്നു. കര, വ്യോമ, നാവിക സേനാ വിഭാഗങ്ങളിലെ വനിതകളുടെ മാർച്ച് പാസ്റ്റിന് മിലിറ്ററി പോലീസിലെ ക്യാപ്റ്റൻ സന്ധ്യ നേതൃത്വം നൽകി. വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന യുദ്ധവിമാനങ്ങളുടെ അഭ്യാസ പ്രകടനമായിരുന്നു മറ്റൊരാകർഷണം. 1.5 മണിക്കൂറോളം നീണ്ട പരേഡിൽ ഇത്തവണ ആദ്യമായി വികസിത ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കി 100 വനിതകൾ അതത് സംസ്ഥാനങ്ങളിലെ വേഷം ധരിച്ച് പരമ്പരാഗത വാദ്യങ്ങൾ വായിച്ചു. 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1500 കലാകാരികൾ നാടോടി ശാസ്ത്രീയ നൃത്തവും അവതരിപ്പിച്ചു. 75ാം റിപ്പബ്ലിക് ദിനം അഭിമാന മുഹൂർത്തമെന്നും രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. നമ്മുടെ മൂല്യങ്ങൾ ഓർമ്മിക്കേണ്ട സമയമാണിതെന്നും പ്രതികൂല സാഹചര്യങ്ങളിലും രാജ്യം മുന്നേറിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യം പുതിയ ഉയരങ്ങളിലെത്താൻ ഓരോ പൌരനും പ്രയത്നിക്കണമെന്നും അവർ വ്യക്തമാക്കി. രാജ്യം ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആശംസകൾ നേർന്നു. 75 വർഷം മുൻപ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ലോകത്തിലെ ഏറ്റവും വലുതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ മുറുകെ പിടിക്കുന്നതുമായ ഒരു രാഷ്ട്രമാണ് വിഭാവനം ചെയ്തതെന്ന് സാമൂഹ്യമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങളിൽ സ്വയം പ്രതിജ്ഞാബദ്ധരാകാനും ശക്തവും സമൃദ്ധവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഉപരാഷ്ട്രപതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 75ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയ്ക്ക് ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. ഒരു റിപ്പോർട്ട്. ഇന്ത്യയുടെ അസാധാരണമായ വിജയകഥ ആഘോഷിക്കുന്നതിനുള്ള അവസരമാണിതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന്റെ ദൃഢത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹം ഉഭയകക്ഷി സൌഹൃദത്തിന്റെ ജീവരക്തമാണെന്നും പറഞ്ഞു. അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളികളിൽ മുൻനിര സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് റിപ്പബ്ലിക് ദിനാശംസകളിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു. ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാനപതി പ്രണയ് വർമ്മ ത്രിവർണ്ണ പതാക ഉയർത്തി. ബംഗ്ലാദേശ് പാർലമെന്റ് സ്പീക്കർ ഷിറിൻ ഷർമിൻ ചൌധരി മുഖ്യ അതിഥിയായി. ശ്രീലങ്ക, സൌദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ സമുചിതമായി സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ പഞ്ചായത്ത് പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആശയവിനിമയം നടത്തും. ജനാധിപത്യത്തെ കൂടുതൽ ആഴത്തിലെത്തിക്കുന്നതിനും ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പരിപാടി ലക്ഷ്യമിടുന്നു. അടിസ്ഥാന ഭരണനിർവഹണത്തിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ പരിപാടിയിൽ ആദരിക്കും. രാജ്യത്തുടനീളമുള്ള 500ഓളം പേരാണ് മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയത്.
75ാം റിപ്പബ്ലിക് ദിനം കേരളത്തിലും വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. സായുധസേനാ വിഭാഗങ്ങൾ, പോലീസ്, എക്സൈസ്, അഗ്നിശമന സേന, അശ്വാരൂഢ സേന, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവർ അണിനിരന്ന റിപ്പബ്ലിക് ദിന പരേഡും നടന്നു. എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായി നടന്നു. കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. 60ഓളം പേർ പങ്കെടുത്ത പരേഡ് അദ്ദേഹം പരിശോധിച്ചു. ഹൈക്കോടതിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ചീഫ് ജസ്റ്റിസ് ജിതേന്ദ്ര P. ദേശായി ത്രിവർണ്ണ പതാക ഉയർത്തി. ഹൈക്കോടതിയിലെ ജഡ്ജിമാരും അഭിഭാഷകരും മറ്റും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി പോർട്ട് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ അതോറിറ്റി ചെയർമാൻ S. കാശി വിശ്വനാഥൻ ദേശീയ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2024 പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, നടൻ ചിരഞ്ജീവി, നടിയും നർത്തകിയുമായ വൈജയന്തിമാല എന്നിവരടക്കം 5 പേർ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. 5 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 110 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. അവാർഡിന് അർഹരായവരിൽ 30 പേർ സ്ത്രീകളാണ്. 9 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചത്. അന്തരിച്ച ജസ്റ്റിസ് M. ഫാത്തിമ ബീവി, O. രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണും കൂടാതെ കേരളത്തിൽ നിന്ന് 6 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. പുരസ്കാരത്തിന് അർഹരായവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വൈവിധ്യമാർന്ന മേഖലകളിലെ അവരുടെ സംഭാവനകളെ രാജ്യം വിലമതിക്കുന്നുവെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29 നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇക്കുറി 2,26,00,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക 2ാം നമ്പർ താരം അരീന സബലങ്കയും ചൈനീസ് താരം ഷെങ് ക്വിൻ വെന്നും തമ്മിലുള്ള പോരാട്ടം നാളെ നടക്കും. പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം ഇറ്റാലിയൻ സഖ്യത്തെ നാളെ നേരിടും. റെയിൽവേ പരിസരങ്ങളിൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈ ആസ്ഥാനമായ സെൻട്രൽ റെയിൽവേ ഡിവിഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ഇതിന്റെ ഭാഗമായി BPCL 15 മാസ കാലയളവിൽ 65,000-ലധികം ചെടികൾ വച്ചുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. കാർബൺ സന്തുലനം കൈവരിക്കുക, റെയിൽവേ പരിസരങ്ങളിലെ അനധികൃത കടന്നുകയറ്റം ഒഴിവാക്കുക, സൌന്ദര്യവൽക്കരണം എന്നിവയാണ് പരിപാടി വിഭാവനം ചെയ്യുന്നത്. ഹൈദരാബാദിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ 1ാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് എന്ന നിലയിൽ. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നലെയാണ് ആരംഭിച്ചത്. 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 246 റൺസിന് പുറത്തായിരുന്നു. 70 റൺസ് എടുത്ത ബെൻ സ്റ്റോക്സാണ് ഇംഗ്ലീഷ് നിരയിലെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇന്നലെ മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 119 റൺസ് നേടിയിരുന്നു. സെർബിയൻ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചിന്റെ 25ാം ഗ്രാൻഡ്സ്ലാം എന്ന സ്വപ്നം തകർത്ത് ഇറ്റാലിയൻ താരം ജെന്നിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ന് നടന്ന സെമിയിൽ ജെന്നിക് സിന്നർ 6-1, 6-2, 6-7, 6-3 എന്ന സ്കോറിനാണ് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ജോക്കോവിച്ച് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച ഇന്ത്യ. രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ, ആശംസകൾ അർപ്പിച്ച ലോകരാജ്യങ്ങൾ. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ടാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ സന്നിഹിതരായി. കേരളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേതൃത്വം നൽകി. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 8 മലയാളികൾ പുരസ്കാര നിറവിൽ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് മറുപടി ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.